ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊരു മിക്സ്ചർ വ്ളോഗായിരിക്കും. ഞാനിപ്പോൾ ഫസ്റ്റ് പോണത് എനിക്ക് ത്രെഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വിഷു ആയ കാരണം ഗായ്സ് നടന്നില്ല. ഞാൻ നേരെ റെഡിയായി സെറ്റായി വരികയാണ്. അപ്പോൾ ഞാൻ ഫോട്ടോസ് സൈഡിൽ കൊടുക്കാം, മോളുടെയും ഞാൻ സൈഡിൽ കൊടുക്കാം. വിഷു സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ഹവാസെ, ഡാഡി, മോമി, ഉമ്മീമ, അബ്ബാജി. 2024 വിഷു ആഘോഷം. ഞാൻ കാണിയേണ്ടത് വെരി നൈസ്. ഈ വർഷം സന്തോഷഭരിതമായിരിക്കും. കാണിയേണ്ടതോ എന്നെ തന്നെ സാറിനെ കണ്ട് മോർണിംഗ് അബ്ബാജിനെ കണ്ട്. അബ്ബാജി ഈസ് ലൈക്ക് കൃഷ്ണ. അബ്ബാജി കൃഷ്ണൻ. ലുങ്കി എടുത്ത അബ്ബാജിനാണ് കണ്ടത് അല്ലേ? ഉമ്മി ആരെ കണ്ടത്? ഉമ്മി കാണിയേണ്ടത് ആരെയാണ്? അബ്ബാനായിരിക്കും കണ്ടത്. ഈ വർഷം ഫുള്ള് പോകുമ്പോഴും സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടേ. അബ്ബ എന്താ കണ്ടത്? ഒരു ജോലി അബ്ബ എന്താ കണ്ടത്? അബ്ബ ആരാ കണ്ടത്? ഞാൻ രാവിലെ എന്റെ അസനെ കണ്ട്. ഞാൻ പൊതപ്പിച്ചു കൊടുത്തു. കൂട്ടത്തില് ഏറ്റവും ലക്കിയപ്പോ അബ്ബാണ് കേട്ടോ. ലക്കിയസ്റ്റ് ആണ് അല്ല സാ. അങ്ങനെ വിഷുവിൻ്റെ ഫേവറേറ്റ് പാർട്ടായ വിഷു സദ്യ കഴിക്കാൻ വേണ്ടി ഞാനും ഫാമിലിയും അങ്ങനെ എല്ലാവരും ഞങ്ങൾ ത്രില്ലടിച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാനൊരു സദ്യ ഫാനാണ്. അപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയുക ത്രില്ലായിട്ടിരിക്കുന്നതാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ കട്ട വെയിറ്റിംഗ് ഗായ്സ്. അങ്ങനെ നമ്മളുടെ കറികളെല്ലാം വന്നിരിക്കുന്നതാണ്. അസക്ക് സ്പെഷ്യലായിട്ട് ഡ്രാഗൺ ചിക്കനും വന്നിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇനി ഇവനെ ഞങ്ങളങ്ങ് കഴിക്കാനുള്ള പരിപാടിയാണ്. അടുത്തതിൽ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിരിക്കുന്ന വീഡിയോ. മറ്റേ നമ്മളെന്തോരം ഡ്രൈവ് ചെയ്ത് പപ്പടം, പായസം, പഴം. പൊളിച്ച് ഇഷ്ടായോ സദ്യ?
അങ്ങനെ ഞങ്ങളുടെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. സദ്യ കഴിച്ചതിൻ്റെ ഫുൾ പവർ എനിക്കുണ്ട്. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, പിന്നെ അമ്മേൻ്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചില്ലറ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. അതിനൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വിഷു വ്ളോഗ് മാത്രം, ഇതൊരു മിക്സ്ഡ് വ്ളോഗാണ്. ഇതിൽ ഒരു പാർട്ടി വരുന്നുണ്ട്, നെക്സ്റ്റ് ഡേ ഉള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു സാമ്പാർ അവിയൽ പാകത്തിലുള്ളൊരു വീഡിയോ ആണ്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ വിഷുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ സ്റ്റഡിയ എന്ന് പറയുന്ന ഒരു ഹോളിഡേയിലൊരു ഇതുണ്ട്. അതപ്പോൾ അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനൊക്കെ പോയി നല്ല അടിച്ച് പൊളിച്ച് വിഷു അങ്ങോട്ട് തകർത്ത്. സോ ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്, ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഹവാസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഉമ്മീനെ പിക്ക് ചെയ്തിട്ട് ഫിലിം കാണാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ട് ചുമ്മാ ഒരു ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. ഉമ്മി നമ്മളെ വ്ളോഗിൽ വന്നോ? ഞാൻ വ്ളോഗിൽ ഉമ്മിനോട് എടുത്താണ്. ഇതെല്ലാം ഇനി എഡിറ്റ് ചെയ്ത് റെഡിയാക്കി സംഭവം വരും. അപ്പോഴാണ് മനസ്സിലാവണം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തേക്കണം. പക്ഷെ എല്ലാം ജോയിൻ ചെയ്ത് വരുമ്പോൾ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ എന്താ പറയുക, കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫിലിം കാണുമ്പോൾ, കുറേ റിവ്യൂസൊക്കെ വായിച്ചിട്ട്. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിരുന്നു, എനിക്കത്ര ഇഷ്ടമായില്ല. സോ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ മോനെ ദേ കിടക്കുന്നു ചട്ടിച്ചോറ്. ഞങ്ങൾ അടിപൊളിയായിട്ട് ചട്ടിച്ചോറ് പൊള്ളി സാധനമായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ്. ഞാൻ ചട്ടിച്ചോറ് കഴിക്കണം, കാണിച്ചോട്ടെ ഗൈസ്. ഞാൻ കഴിക്കുന്നുണ്ട്. ഇതെന്താ എനിക്ക് പാല, താങ്ക് യു. എനിക്ക് പാല് കിട്ടി ഗൈസ്, കൊള്ളാം. ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടിയാണോ വീണ്ടും വന്നത്. പക്ഷേ പൊളി. കുറേ പണിയുണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ സെറ്റാക്കി റെഡിയാക്കി വെക്കണം. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. ഒരു ബെഡിൽ കുറച്ചെല്ലാം ഡ്രസ്സ് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചാണ്, പിന്നെ ഒന്നും വെച്ചിട്ടില്ല. എല്ലാവരും ബെഡിൽ സെറ്റാക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. ഒന്നും പറയണ്ട മക്കളെ, നടുപോയി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി, എല്ലാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിശന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങണം, വന്നാലേ പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ പറ്റുള്ളൂ. മോർണിംഗ് 8:30 ഫ്ലൈറ്റ്. സോ ഒരു 6 o'clock ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതൊക്കെയാണ് പദ്ധതി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ടാറ്റാ.